പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധനയിൽ പ്രതിഷേധിച്ച് ഓട്ടോ ടാക്സി ചാർജ് പുതുക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. ജില്ലയിൽ പണിമുടക്ക് പൂർണ്ണമാണ്. കാഞ്ഞങ്ങാട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടന്നത്. പ്രകടനത്തിന് നെല്ലിക്കാട്ട് കുഞ്ഞമ്പു സ്വാഗതവും AK കോരൻ അധ്യക്ഷതയും വഹിച്ചു. കാറ്റാടി കുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ കാലമായി ഓട്ടോറിക്ഷ ടാക്സി മേഖലയിൽ അതിന്റെ നടത്തിപ്പ് ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡീസലിനും പെട്രോളിനും കേന്ദ്ര ഗവൺമെന്റ് അടിക്കടി വില വർദ്ധിപ്പിക്കും. യാതൊരു ന്യായീകരണവും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനവിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. പെട്രോളിയം കമ്പനികളുടെ ലാഭം വർദ്ധിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത്. നഷ്ടത്തിന്റെ പേരാണ് പറയുന്നത്. എന്നാൽ ഈ പെട്രോളിയം കമ്പനികൾ അവരുടെ ഷെയർ ഉടമകൾക്ക് ഓരോ വർഷത്തിലും ലാഭവിഹിതം കൂടിക്കൂടി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം നഷ്ടത്തിലാണ് എന്ന് പറയുന്നത് ശരിയായ കണക്കല്ല. അതിനെ ചുവട് പിടിച്ചുകൊണ്ട് പെട്രോളിയം കമ്പനികളുടെ താല്പര്യം മാത്രം സംരക്ഷിക്കുന്നതിന് വേണ്ടി പെട്രോളിന്റെയും ഡീസലിന്റെയും അതുപോലെ പാചകവാതകത്തിന്റെയും മണ്ണെണ്ണയുടെയും ഒക്കെ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വേണു വാഴക്കോടൻ, കരീം കുശാൽ നഗർ, ജാഫർ എന്നിവർ സംസാരിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം നിരത്തിലിറങ്ങിയ ഏതാനും ടാക്സികളെ സമരാനുകൂലികൾ തടഞ്ഞു. പോലീസ് എത്തി പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. ഓട്ടോ ടാക്സി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ സുബൈർ മാര അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞു.